ഇന്നത്തെ നമ്മുടെ ടോപ്പിക് റെഡ്യൂസ്ഡ് ആഡ്വേർബ് ക്ലോസ്. റെഡ്യൂസ്ഡ് ആഡ്വേർബ് ക്ലോസ് എന്താണ് ഒരു ആഡ്വേർബ് ക്ലോസ് എന്ന് പറയുന്നത്? അത് റെഡ്യൂസ്ഡ് ആഡ്വേർബ് ക്ലോസ് ആക്കി മാറ്റുന്നത് എങ്ങനെയാണ്, ഏതെല്ലാം സിറ്റുവേഷനിലാണ് നമ്മളിത് ഉപയോഗിക്കുന്നത് എന്നൊക്കെ നമ്മൾ പഠിക്കും. റെഡ്യൂസ്ഡ് ആഡ്വേർബ് ക്ലോസ് എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിന് മുൻപ് ആഡ്വേർബ് ക്ലോസ് എന്താണ് എന്നറിയണം. എന്താണ് ക്ലോസ് എന്ന് അറിയണം. ക്ലോസ് എന്നാൽ ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ്. ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, അതിനകത്ത് ഒരു സബ്ജക്റ്റും ഒരു വേർബും ഉണ്ടാവണം. അപ്പോൾ നമുക്ക് അതിനെ ക്ലോസ് എന്ന് വിളിക്കാം. ഇനി ആഡ്വേർബ് ക്ലോസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ക്ലോസ് തന്നെ, ആ ക്ലോസ് ഒരു വേർബിനെ ഡിസ്ക്രൈബ് ചെയ്യുക എന്ന ഒരു ഫങ്ഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ആഡ്വേർബ് ക്ലോസ് എന്ന് വിളിക്കാം. അതായത് ഒരു ക്ലോസ് ആഡ്വേർബിൻ്റെ ഫങ്ഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ, ആഡ്വേർബ് എന്ന് പറയുന്നത് എന്താ? ഒരു വേർബിനെയോ അജക്റ്റീവിനെയോ വേറൊരു ആഡ്വേർബിനെയോ ഒക്കെ വിശേഷിപ്പിക്കുന്ന വാക്കിനെയാണ് നമ്മൾ ആഡ്വേർബ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ആഡ്വേർബിൻ്റെ ഫങ്ഷൻ ചെയ്യുന്ന ക്ലോസിനെ നമുക്ക് ആഡ്വേർബ് ക്ലോസ് എന്ന് പറയാം. നമുക്ക് കൂടുതൽ എക്സാമ്പിൾ വരുമ്പോൾ എന്താണ് ആഡ്വേർബ് ക്ലോസ്, എങ്ങനെയാണത് റെഡ്യൂസ്ഡ് ആഡ്വേർബ് ക്ലോസ് ആക്കി മാറ്റുന്നത് എന്നൊക്കെ നമ്മൾ പഠിക്കും. ആഡ്വേർബ് ക്ലോസ് എന്ന് പറയുന്നത് ഒരു ഡിപ്പെൻഡൻറ്റ് ക്ലോസ് ആണ്. അതിന് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല. ഒരു സെൻറ്റൻസിൽ അതിന് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു മെയിൻ ക്ലോസ് കൂടി അതിനകത്ത് വേണം. അപ്പോൾ ആ മെയിൻ ക്ലോസിൽ ഒരു വേർബ് ഉണ്ടാവും. ആ വേർബിനെ ഡിസ്ക്രൈബ് ചെയ്യലാണ് ആഡ്വേർബ് ക്ലോസിൻ്റെ ഫങ്ഷൻ. ഇനി കൂടുതൽ എക്സാമ്പിളിലേക്ക് പോകാം, അതല്ലെങ്കിൽ കൂടുതൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകും. ആദ്യം കുറച്ച് എക്സാമ്പിൾ പറയുമ്പോൾ എന്താണ് ആഡ്വേർബ് ക്ലോസ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഹി left the job as he was unhappy with the company's new policies. അദ്ദേഹം ജോലി വിട്ടു. അതിന് കാരണം എന്താ? He was unhappy with the company's new policies. അദ്ദേഹം കമ്പനിയുടെ പുതിയ പോളിസികളുമായി സന്തോഷത്തിലായിരുന്നില്ല. He left the job എന്നത് മെയിൻ ക്ലോസ്. As he was unhappy with the company's new policies, അതാണ് ആഡ്വേർബ് ക്ലോസ്. ഇത് ആഡ്വേർബ് ക്ലോസ് ഒരു റീസൺ ആണ് ഇവിടെ പറയുന്നത്. ജോലി വിടുന്നതിനുള്ള കാരണം ആണ് ആസ് ഹി വാസ് അൺഹാപ്പി വിത്ത് ദ കമ്പനീസ് ന്യൂ പോളിസീസ്. ഇതാണ് ആഡ്വേർബ് ക്ലോസ്. ദേ വിൽ കം ബാക്ക് ആൻഡ് മീറ്റ് അസ് വേർ വി യൂസ് ടു പാർട്ടി. ദേ വിൽ കം ബാക്ക് ആൻഡ് മീറ്റ് അസ് എന്നതാണ് മെയിൻ ക്ലോസ്. അവർ മടങ്ങി വന്ന് നമ്മളെ മീറ്റ് ചെയ്യും. വേർ വി യൂസ് ടു പാർട്ടി എന്നത് എവിടെയാണ് നമ്മൾ മീറ്റ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അതിനുള്ള ലൊക്കേഷനാണ്. ഇപ്പോൾ വേർ വി യൂസ് ടു പാർട്ടി എന്നത് നമ്മൾ പാർട്ടി നടത്തുന്ന സ്ഥലത്ത്. അപ്പോൾ ഈ പാർട്ടി നടത്തുന്ന സ്ഥലത്ത് എന്ന് പറയുന്ന അവിടെ ഒരു ആഡ്വേർബ് ക്ലോസ് പറയുന്നത് എവിടെ എന്നാണ്. ലൊക്കേഷൻ ആണ് അവിടെ പറയുന്നത്. പ്ലേസ് ഓഫ് ദി ആക്ഷൻ ആണ് ഇവിടെ പറയുന്നത്. അതാണ് ആ സെൻറ്റൻസിലെ ആഡ്വേർബ് ക്ലോസ്. വേർ വി യൂസ് ടു പാർട്ടി. യു ക്യാൻ വാച്ച് ടി വി ആഫ്റ്റർ യു ഫിനിഷ് ദ ഫുഡ്. യു ക്യാൻ വാച്ച് ടി വി എന്നതാണ് മെയിൻ ക്ലോസ്. നിങ്ങൾക്ക് ടി വി വാച്ച് ചെയ്യാൻ സാധിക്കും. ആഫ്റ്റർ യു ഫിനിഷ് ദ ഫുഡ് എന്നത് എപ്പോഴാണ് നിങ്ങൾക്ക് ടി വി വാച്ച് ചെയ്യാൻ സാധിക്കുന്നത് എന്നാണ് പറയുന്നത്. ആഫ്റ്റർ യു ഫിനിഷ് ദ ഫുഡ് എന്നതാണ് അവിടെ ആഡ്വേർബ് ക്ലോസ്. ഇത് ആഡ്വേർബ് ക്ലോസ് ഓഫ് ടൈം ആണ്. വെൻ എന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ആൻസർ കിട്ടുന്നത് ഈ ആഡ്വേർബ് ക്ലോസിൽ കൂടി. ഓൾദോ ജോൺ ഈസ് 24 നൗ, he is still like a little child. ഇവിടെ മെയിൻ ക്ലോസ് he is still like a little child എന്നതാണ് മെയിൻ ക്ലോസ്. ഓൾദോ ജോൺ ഈസ് 24 നൗ എന്നത് ഒരു ആഡ്വേർബ് ക്ലോസ് ആണ്. ഇവിടെ ആഡ്വേർബ് ക്ലോസ് ഓഫ് കോൺട്രാസ്റ്റ് ആണ്. രണ്ട് ഡിഫറൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ജോണിന് 24 ആണ് ഏജ് എങ്കിലും അവൻ ഇപ്പോഴും ഒരു കൊച്ചുകുട്ടിയെ പോലെയാണ്. ഇവിടെ ഒരു ആഡ്വേർബ് ക്ലോസ് ഓഫ് കോൺട്രാസ്റ്റ് ആണ്. രണ്ട് ഡിഫറൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. 24 വയസ്സ് ഉള്ള ഒരാൾ കുട്ടിയെ പോലെ പെരുമാറാൻ പറ്റില്ലല്ലോ, പക്ഷേ ഇവിടെ അങ്ങനെയാണ്. അപ്പോൾ ഓൾദോ ജോൺ ഈസ് 24 നൗ എന്നത് ആഡ്വേർബ് ക്ലോസ്. മൈ ടീച്ചർ ടോക്സ് ടു മീ ആസ് ഇഫ് ഐ ആം എ ചൈൽഡ്. എൻ്റെ ടീച്ചർ എന്നോട് സംസാരിക്കുന്നത് ഒരു കൊച്ചു കുട്ടിയോടെന്ന പോലെയാണ്. ഇവിടെ മൈ ടീച്ചർ ടോക്സ് ടു മീ ആസ് ഇഫ് ഐ ആം എ ചൈൽഡ്. ഒരു കൊച്ചു കുട്ടിയോട് എന്ന പോലെയാണ് ടീച്ചർ എന്നോട് സംസാരിക്കുന്നത് എന്നാണ് ഇവിടെ സെൻറ്റൻസിൻ്റെ മീനിങ്. ഇവിടെ
മൈ ടീച്ചർ ടോക്സ് ടു മീ എന്നതാണ് മെയിൻ ക്ലോസ്. ആസ് ഇഫ് ഐ ആം എ ചൈൽഡ് എന്നത് ആഡ്വേർബ് ക്ലോസ്. എങ്ങനെയാണ് ടീച്ചർ സംസാരിക്കുന്നത് എന്നതാണ് ഈ ആഡ്വേർബ് ക്ലോസ് നമ്മളോട് പറയുന്നത്. അത് മാനർ ആണ്, ആഡ്വേർബ് ക്ലോസ് ഓഫ് മാനർ. ഇപ്പോൾ ഡിഫറൻറ്റ് എക്സാമ്പിൾസിൽ കൂടി ഒരു ആഡ്വേർബ് ക്ലോസ് എന്താണ് അതൊരു സെൻറ്റൻസിൽ എന്താണ് അതിൻ്റെ ഒരു ഫങ്ഷൻ എന്ന് മനസ്സിലായല്ലോ. മെയിൻ ക്ലോസിലുള്ള വേർബിനെ അത് മോഡിഫൈ ചെയ്യുന്നു, അതാണ് ആഡ്വേർബ് ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ ആഡ്വേർബ് ക്ലോസ് മനസ്സിലായി. ഇനി എന്താണ് റെഡ്യൂസ്ഡ് ആഡ്വേർബ് ക്ലോസ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. റെഡ്യൂസ്ഡ് എന്ന ഒരു വാക്കിൽ തന്നെയുണ്ട് ചുരുക്കിയത്. കാരണം നമ്മൾ ശരിക്കുള്ള ആഡ്വേർബ് ക്ലോസിനെ അതിൽ നിന്ന് ചില ഭാഗങ്ങളൊക്കെ എടുത്തു മാറ്റി, ആവശ്യമില്ലാത്ത അൺനെസസറി ആയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി ചെറുതായിട്ട് കിട്ടും, വളരെ പ്രിസൈസായി കിട്ടും. അപ്പോൾ അങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ കിട്ടുന്ന ആ ഒരു ഫോമാണ് റെഡ്യൂസ്ഡ് ആഡ്വേർബ് ക്ലോസ്. ശരിക്കും പറഞ്ഞാൽ ആഡ്വേർബ് ക്ലോസിനെ നമ്മൾ ആഡ്വേർബ് ഫ്രേസായിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്, അതിനകത്തെ സബ്ജക്റ്റും അതുപോലെ ഹെൽപ്പിംഗ് വേർബൊക്കെ എടുത്ത് മാറ്റിക്കഴിഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ആ എക്സാമ്പിൾസൊക്കെ നോക്കാം. വൈൽ ഐ വാസ് ഗോയിങ് ടു വർക്ക് ഐ സോ സംതിങ് അൺയൂഷ്വൽ. നോക്കൂ, വൈൽ ഐ വാസ് ഗോയിങ് ടു വർക്ക് എന്നത് ഒരു ആഡ്വേർബ് ക്ലോസ് ആണ്. ഐ സോ സംതിങ് അൺയൂഷ്വൽ, ഞാൻ അപരിചിതമായിട്ട് അൺയൂഷ്വലായിട്ട് ഒരു കാര്യം കണ്ടു എന്നതാണ്. വൈൽ ഐ വാസ് ഗോയിങ് ടു വർക്ക്, ഞാൻ ജോലിക്ക് പോകുന്ന സമയത്ത്. അപ്പോൾ വൈൽ ഐ വാസ് ഗോയിങ് ടു വർക്ക് എന്ന ആഡ്വേർബ് ക്ലോസിനെയാണ് നമ്മൾ റെഡ്യൂസ്ഡ് ആഡ്വേർബ് ക്ലോസ് ആയിട്ട് മാറ്റേണ്ടത്. അപ്പോൾ വൈൽ ഗോയിങ് ടു വർക്ക് ഐ സോ സംതിങ് അൺയൂഷ്വൽ. നോക്കൂ, ഐ എന്ന സബ്ജക്റ്റും വാസ് എന്ന ടു ബി വേർബും നമ്മൾ ആ ആഡ്വേർബ് ക്ലോസിൽ നിന്നും എടുത്ത് മാറ്റി. അപ്പോൾ അത് റെഡ്യൂസ്ഡ് ആഡ്വേർബ് ക്ലോസ് ആയിട്ട് മാറി. ഇവിടെ രണ്ട് ക്ലോസിലെയും ആഡ്വേർബ് ക്ലോസിലെയും റെഡ്യൂസ്ഡ് ആഡ്വേർബ് ക്ലോസിലെയും മീനിങ് തമ്മിൽ ഒരു വ്യത്യാസവും വരുന്നില്ല, മീനിങ് സെയിം തന്നെ. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ആഡ്വേർബ് ക്ലോസിലെയും മെയിൻ ക്ലോസിലെയും സബ്ജക്റ്റ് സെയിം ആണെങ്കിൽ മാത്രമേ നമുക്ക് ഒരു ആഡ്വേർബ് ക്ലോസിനെ റെഡ്യൂസ്ഡ് ആഡ്വേർബ് ക്ലോസ് ആക്കി മാറ്റാൻ പറ്റുകയുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് മാറ്റാൻ പറ്റില്ല. ബിക്കോസ് യു ആർ മൈ ഫ്രണ്ട് ഐ വിൽ ലെറ്റ് യു ഡ്രൈവ് മൈ കാർ. നിങ്ങൾ എൻ്റെ ഫ്രണ്ട് ആയതുകൊണ്ട് ഞാൻ നിങ്ങളെ എൻ്റെ കാറ് ഡ്രൈവ് ചെയ്യാൻ അനുവദിക്കാം എന്നല്ലേ. ഇവിടെ ബിക്കോസ് യു ആർ മൈ ഫ്രണ്ട്, അവിടെ ആഡ്വേർബ് ക്ലോസ് ആണ് ബിക്കോസ് യു ആർ മൈ ഫ്രണ്ട് എന്നത്. അവിടെ യു ആണ് സബ്ജക്റ്റ്. പിന്നെ മെയിൻ ക്ലോസിൽ ഐ വിൽ ലെറ്റ് യു ഡ്രൈവ് മൈ കാർ, ഞാൻ നിങ്ങളെ എൻ്റെ കാർ ഡ്രൈവ് ചെയ്യാൻ അനുവദിക്കാം. അവിടെ സബ്ജക്റ്റ് ഐ ആണ്. അപ്പോൾ ഒരു ക്ലോസിൽ സബ്ജക്റ്റ് യു ആണ് ആഡ്വേർബ് ക്ലോസിൽ, അതേസമയം മെയിൻ ക്ലോസിൽ സബ്ജക്റ്റ് ഐ ആണ്. അപ്പോൾ അത്തരം സെൻറ്റൻസുകളെ നമുക്ക് റെഡ്യൂസ്ഡ് ആഡ്വേർബ് ക്ലോസിലേക്ക് മാറ്റാൻ പറ്റില്ല. ആഡ്വേർബ് ക്ലോസസ് ഒരുപാട് തരത്തിലുണ്ട്. കാരണം വേർബിനെ അത് ഏത് തരത്തിലാണ് വിശേഷിപ്പിക്കുന്നത്. ഇപ്പോൾ ഒരു വേർബ് നടക്കുന്നത് എങ്ങനെ നടക്കുന്നു, അതിൻ്റെ ഒരു മാനർ, അതിനെപ്പറ്റി പറയുന്ന ആഡ്വേർബ് ക്ലോസ് ആണെങ്കിൽ അതിനെ ആഡ്വേർബ് ക്ലോസ് ഓഫ് മാനർ എന്ന് പറയും. അതേസമയം റീസൺ ആണ് പറയുന്നത്, ആ വേർബ് അല്ലെങ്കിൽ ആ ക്രിയ നടക്കുന്നതിന് എന്താണ് കാരണം എന്നാണ് പറയുന്നതെങ്കിൽ അത് ആഡ്വേർബ് ക്ലോസ് ഓഫ് റീസൺ ആണ്. അതുപോലെ ആഡ്വേർബ് ക്ലോസ് ഓഫ് ടൈം, ഏത് സമയത്താണ് ആ ഒരു ആക്ഷൻ നടക്കുന്നത് എന്നാണ് പറയുന്നതെങ്കിൽ അത് ആഡ്വേർബ് ക്ലോസ് ഓഫ് ടൈം. അതുപോലെ ആഡ്വേർബ് ക്ലോസ് ഓഫ് കോൺട്രാസ്റ്റ്, ആഡ്വേർബ് ക്ലോസ് ഓഫ് കൺസെഷൻ എന്നൊക്കെയുണ്ട്. നമുക്ക് എല്ലാ തരം ആഡ്വേർബ് ക്ലോസസും റെഡ്യൂസ്ഡ് ആഡ്വേർബ് ക്ലോസ് ആക്കി മാറ്റാൻ പറ്റില്ല. 3 ഡിഫറെൻറ്റ് ടൈപ്സ് ആഡ്വേർബ് ക്ലോസസ് മാത്രമേ റെഡ്യൂസ്ഡ് ആഡ്വേർബ് ക്ലോസ് ആക്കി മാറ്റാൻ പറ്റുകയുള്ളൂ. അത് ഏതൊക്കെയാണ്? ആഡ്വേർബ് ക്ലോസ് ഓഫ് റീസൺ, ആഡ്വേർബ് ക്ലോസ് ഓഫ് ടൈം, ആഡ്വേർബ് ക്ലോസ് ഓഫ് കോൺട്രാസ്റ്റ് അല്ലെങ്കിൽ കൺസെഷൻ. അപ്പോൾ എങ്ങനെയാണ് റെഡ്യൂസ്ഡ് ആഡ്വേർബ് ക്ലോസ് ഫോം ചെയ്യുന്നത് എന്ന് നോക്കാം. സിൻസ് ഹീ ഈസ് മൂവിങ് ടു ബാംഗ്ലൂർ നെക്സ്റ്റ് വീക്ക് ഹീ ഈസ് ബൈയിങ് സം ഫർണിച്ചർ. നെക്സ്റ്റ് വീക്ക് അവൻ ബാംഗ്ലൂരിലേക്ക് പോകുന്നത് കൊണ്ട് അവനിപ്പോൾ കുറച്ച് ഫർണിച്ചർ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ മെയിൻ ക്ലോസ് ഹീ ഈസ് ബൈയിങ് സം ഫർണിച്ചർ, അതിന് റീസൺ ആണ് ഹീ ഈസ് മൂവിങ് ടു ബാംഗ്ലൂർ എന്നത്. ഇത് ആഡ്വേർബ് ക്ലോസ് ഓഫ് റീസൺ ആണ്. ഇതിന് റെഡ്യൂസ്ഡ് ആഡ്വേർബ് ക്ലോസ് ആയിട്ട് മാറ്റണമെങ്കിൽ എങ്ങനെയാണ് മാറ്റുന്നത്? മൂവിങ് ടു ബാംഗ്ലൂർ നെക്സ്റ്റ് വീക്ക് ഹീ ഈസ് ബൈയിങ് സം ഫർണിച്ചർ. ബിക്കോസ് ഐ ആം വർക്കിംഗ് ഓൺ ആൻ ഇമ്പോർട്ടൻറ്റ് തിങ് ഐ ഹാഡ് ടു ക്യാൻസൽ ദ പ്ലാൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യത്തിന് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിനാൽ ഐ ഹാഡ് ടു ക്യാൻസൽ ദ പ്ലാൻ.
എനിക്ക് പ്ലാൻ ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. ഇവിടെ ബിക്കോസ് ഐ ആം വർക്കിംഗ് ഓൺ ആൻ ഇമ്പോർട്ടൻറ്റ് തിങ് എന്നത് ആഡ്വേർബ് ക്ലോസ് ആണ്. ഐ ഹാഡ് ടു ക്യാൻസൽ ദ പ്ലാൻ എന്നത് മെയിൻ ക്ലോസ്. ബിക്കോസ് ഐ ആം വർക്കിംഗ് ഓൺ ആൻ ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറയുമ്പോൾ അത് ആഡ്വേർബ് ക്ലോസ് ഓഫ് റീസൺ ആണ്. എനിക്ക് പ്ലാൻ ക്യാൻസൽ ചെയ്യേണ്ടി വന്നു എന്നതിന് റീസൺ ആണ് ഐ ആം വർക്കിംഗ് ഓൺ ആൻ ഇമ്പോർട്ടൻറ്റ് തിങ് എന്നത്. അപ്പോൾ ഈ ആഡ്വേർബ് ക്ലോസിനെ നമുക്ക് റെഡ്യൂസ്ഡ് ആഡ്വേർബ് ക്ലോസ് ആയിട്ട് മാറ്റണം. വർക്കിംഗ് ഓൺ ആൻ ഇമ്പോർട്ടൻറ്റ് തിങ് ഐ ഹാഡ് ടു ക്യാൻസൽ ദ പ്ലാൻ. വേറൊരു തരത്തിലും പറയാം, ബിക്കോസ് ഓഫ് വർക്കിംഗ് ഓൺ ആൻ ഇമ്പോർട്ടൻറ്റ് തിങ് ഐ ഹാഡ് ടു ക്യാൻസൽ ദ പ്ലാൻ. ഇപ്പോൾ റെഡ്യൂസ്ഡ് ആഡ്വേർബ് ക്ലോസ് ആയി. ഇത് എങ്ങനെയാണ് നമ്മൾ ഫോം ചെയ്തത്? ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന സ്ട്രക്ചർ സബോർഡിനേറ്റ് കൺജങ്ഷൻ, അത് കഴിഞ്ഞാൽ സബ്ജക്റ്റ് ആണ്. പിന്നെ ഉപയോഗിച്ചിരിക്കുന്നത് വേർബ് ടു ബി ആണ്. ഈ ആഡ്വേർബ് ക്ലോസിനെയാണ് നമുക്ക് റെഡ്യൂസ്ഡ് ആഡ്വേർബ് ക്ലോസ് ആക്കി മാറ്റേണ്ടത്. അപ്പോൾ സബ്ജക്റ്റ് അതിൽ നിന്ന് എടുത്തു മാറ്റുക, അതുപോലെ തന്നെ വേർബ് ടു ബിയും എടുത്തു മാറ്റുക. പിന്നെ ബാക്കി എന്താ ഉള്ളത്? സബോർഡിനേറ്റ് കൺജങ്ഷൻ ഉണ്ട് അവിടെ. സബോർഡിനേറ്റ് കൺജങ്ഷൻ പിന്നെ വേർബിന്റെ ING ഫോം ചേർക്കുക. അതാണ് റെഡ്യൂസ്ഡ് ആഡ്വേർബ് ക്ലോസിൽ വേണ്ടത്. അപ്പോൾ ബിക്കോസ് ഐ ആം വർക്കിംഗ് ഓൺ ആൻ ഇമ്പോർട്ടൻറ്റ് തിങ് ഐ ഹാഡ് ടു ക്യാൻസൽ ദ പ്ലാൻ എന്ന സെന്റൻസിനെ റെഡ്യൂസ്ഡ് ആഡ്വേർബ് ക്ലോസ് ആക്കി മാറ്റുമ്പോൾ വർക്കിംഗ് ഓൺ ആൻ ഇമ്പോർട്ടൻറ്റ് തിങ് ഐ ഹാഡ് ടു ക്യാൻസൽ ദ പ്ലാൻ എന്നാവും. ഇതല്ലെങ്കിൽ വേറൊരു തരത്തിലും ഇത് പറയാം, ബിക്കോസ് ഓഫ് വർക്കിംഗ് ഓൺ ആൻ ഇമ്പോർട്ടൻറ്റ് തിങ് ഐ ഹാഡ് ടു ക്യാൻസൽ ദ പ്ലാൻ. ഇവിടെ നോക്കൂ, വർക്കിംഗ് എന്ന് സ്റ്റാർട്ട് ചെയ്തു ആദ്യത്തെ സെൻറ്റൻസിൽ. അങ്ങനെയായാലും ബിക്കോസ് ഓഫ് വർക്കിംഗ് എന്ന് പറഞ്ഞാലും കറക്റ്റ് തന്നെയാണ്. ഇവിടെ ആഡ്വേർബ് ക്ലോസ് ഓഫ് റീസൺ ആണ്. ആഡ്വേർബ് ക്ലോസ് ഓഫ് റീസൺ ആവുമ്പോൾ നമുക്ക് സബോർഡിനേറ്റ് കൺജങ്ഷൻ അവിടെ വെക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ബിക്കോസ് മാറ്റാം എന്ന് പറഞ്ഞത്. ഇനി ബിക്കോസ് വെക്കണം എന്ന് നിർബന്ധമുണ്ടെങ്കിൽ ബിക്കോസ് ഓഫ് വർക്കിംഗ് ഓൺ ആൻ ഇമ്പോർട്ടൻറ്റ് തിങ് ഐ ഹാഡ് ടു ക്യാൻസൽ ദ പ്ലാൻ എന്നാക്കാം. ഇനി വേറൊരു സെൻറ്റൻസ് നോക്കൂ. ഷീ സ്ലാപ്ഡ് യു അറ്റ് ദ പാർട്ടി ആസ് ഷീ വാസ് ബീയിങ് പുഷ്ഡ് ബൈ യു. നിങ്ങൾ അവളെ ഉന്തിയതുകൊണ്ട് ഷീ സ്ലാപ്ഡ് യു, നിങ്ങൾ പാർട്ടിയിൽ വെച്ച് അവൾ നിങ്ങളെ അടിച്ചു. ഈ ഒരു സെൻറ്റൻസിൽ ഷീ സ്ലാപ്ഡ് യു അറ്റ് ദ പാർട്ടി മെയിൻ ക്ലോസ്, ആസ് ഷീ വാസ് ബീയിങ് പുഷ്ഡ് ബൈ യു ആഡ്വേർബ് ക്ലോസ്. ഇത് ആഡ്വേർബ് ക്ലോസ് ഓഫ് റീസൺ ആണ്. അവൾ പാർട്ടിയിൽ നിങ്ങളെ അടിച്ചു, അതിന് കാരണമാണ് ഷീ വാസ് ബീയിങ് പുഷ്ഡ് ബൈ യു എന്നത്. അപ്പോൾ ഇത് ആഡ്വേർബ് ക്ലോസ് ഓഫ് റീസൺ ആണ്. ഇതിനെ നമുക്ക് റെഡ്യൂസ്ഡ് ആഡ്വേർബ് ക്ലോസ് ആയി മാറ്റണമെങ്കിൽ ആദ്യം വേണ്ടത് ഷി വാസ് ബീയിങ് പുഷ്ഡ് ബൈ യു എന്നത് ഒരു പാസീവ് ഫോമിലുള്ള സ്ട്രക്ചറാണ്. ഇതിലെ സബ്ജക്റ്റ് അതുപോലെ ഹെൽപ്പിംഗ് വേർബ് എടുത്തു മാറ്റിയാൽ നമുക്ക് റെഡ്യൂസ്ഡ് ആഡ്വേർബ് ക്ലോസ് കിട്ടും. ബീയിങ് പുഷ്ഡ് ബൈ യു, ഷീ സ്ലാപ്ഡ് യു അറ്റ് ദ പാർട്ടി. ബീയിങ് പുഷ്ഡ് ബൈ യു എന്ന് പറഞ്ഞത് അത് ഒരു പാസീവ് ഫോം ആയതുകൊണ്ടാണ്. ബീയിങ് പുഷ്ഡ് ബൈ യു, ഷീ സ്ലാപ്ഡ് യു അറ്റ് ദ പാർട്ടി. ബീയിങ് പുഷ്ഡ് എന്ന് ഉപയോഗിച്ചു. പുഷ്ഡ് എന്നത് പുഷ് എന്ന വേർബിൻ്റെ V3 ഫോമാണ്. അപ്പോൾ ബീയിങ് കഴിഞ്ഞിട്ട് V3 ആണ് ഉപയോഗിക്കേണ്ടത്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഹീ സ്ലൈസ്ഡ് ഹിസ് ഫിംഗേഴ്സ് വൈൽ ഹി വാസ് ചോപ്പിംഗ് വെജിറ്റബിൾസ്. അവൻ വെജിറ്റബിൾസ് ചോപ്പ് ചെയ്യുന്ന സമയത്ത് ഹീ സ്ലൈസ്ഡ് ഹിസ് ഫിംഗേഴ്സ്, അവൻ്റെ കൈവിരലുകൾ മുറിഞ്ഞു എന്നാണ്. ഇവിടെ ഇത് ആഡ്വേർബ് ക്ലോസ് ഓഫ് ടൈം ആണ്. കാരണം ടൈമിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. അവൻ്റെ വിരലുകൾ മുറിഞ്ഞു. വിരലുകൾ മുറിഞ്ഞത് എപ്പോഴാണ്? വൈൽ ഹി വാസ് ചോപ്പിംഗ് വെജിറ്റബിൾസ്. വെജിറ്റബിൾസ് ചോപ്പ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അത് ഒരു ആഡ്വേർബ് ക്ലോസ് ഓഫ് ടൈം ആണ്. ഇതിനെ നമുക്ക് റെഡ്യൂസ്ഡ് ആഡ്വേർബ് ക്ലോസ് ആക്കി മാറ്റണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് സബ്ജക്റ്റ് മാറ്റുക, സബോർഡിനേറ്റ് കൺജങ്ഷൻ മാറ്റുക. വൈൽ ചോപ്പിംഗ് വെജിറ്റബിൾസ് ഹീ സ്ലൈസ്ഡ് ഹിസ് ഫിംഗേഴ്സ്. വൈൽ എന്നത് സബ്ജക്റ്റ് ആയ ഹീ എന്നത് മാറ്റി. അതുപോലെ തന്നെ സബ്ജക്റ്റ് ആൻഡ് ഹെൽപ്പിംഗ് വേർബ് മാറ്റി. ഹീ വാസ് എന്നുള്ളത് മാറ്റി. വൈൽ ചോപ്പിംഗ് എന്നാക്കി. സബോർഡിനേറ്റ് കൺജങ്ഷൻ കഴിഞ്ഞ് ചോപ്പിംഗ്, ചോപ്പ് എന്ന വേർബിൻ്റെ ING ഫോം. വൈൽ ചോപ്പിംഗ് വെജിറ്റബിൾസ് he sliced his fingers. Though I am doing my dream job, I am not happy. ഞാൻ എൻ്റെ ഡ്രീം ജോബാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിലും ഞാൻ ഹാപ്പി അല്ല. I am not happy എന്നത് മെയിൻ ക്ലോസ്. Though I am doing my dream job,
അത് ആഡ്വേർബ് ക്ലോസ് ആണ്. അപ്പോൾ ഇതിനെ റെഡ്യൂസ്ഡ് ആഡ്വേർബ് ക്ലോസ് ആക്കി മാറ്റണമെങ്കിൽ ആദ്യം സബ്ജക്റ്റ് മാറ്റുക. ദോ ഐ ആം ഡൂയിങ് എന്നത് ഐ എന്നതും ഐ എന്ന സബ്ജക്റ്റും ആം എന്ന ടു ബി വേർബും എടുത്തു മാറ്റുക. ദോ ഡൂയിങ് മൈ ഡ്രീം ജോബ് ഐ ആം നോട്ട് ഹാപ്പി. ഇനി വേറൊരു സെൻറ്റൻസ് നോക്കൂ. ബിക്കോസ് ഹി വാസ് സ്കോൾഡഡ് ഹി റാൻ അവേ ഫ്രം മൈ ഹോം. ബിക്കോസ് ഹി വാസ് സ്കോൾഡഡ്, വഴക്ക് പറഞ്ഞതുകൊണ്ട്. ഹി വാസ് സ്കോൾഡഡ് എന്ന് പറയുമ്പോൾ അതൊരു പാസീവ് ഫോമിലാണ് അതിൻ്റെ സ്ട്രക്ചർ. ബിക്കോസ് ഹി വാസ് സ്കോൾഡഡ്, വഴക്ക് പറയപ്പെട്ടതുകൊണ്ട് എന്നാണ് മീനിങ്. ഹി റാൻ അവേ ഫ്രം മൈ ഹോം, അവൻ എൻ്റെ വീട്ടിൽ നിന്ന് ഓടിപ്പോയി. ഇതിനെ, ഈ ഒരു സെൻറ്റൻസിനെ നമുക്ക് റെഡ്യൂസ്ഡ് ആഡ്വർബ് ക്ലോസ് ആക്കി മാറ്റണം. നോക്കൂ, ബിക്കോസ് എന്ന ഒരു സബോർഡിനേറ്റ് കൺജങ്ഷൻ അവിടെയുണ്ട്. അതിൻ്റെ ആവശ്യം നമുക്കില്ല, അതിനെ നമുക്ക് മാറ്റാം. ബീയിങ് സ്കോൾഡഡ് ഹി റാൻ അവേ ഫ്രം മൈ ഹോം. നോക്കൂ, ബീയിങ് കഴിഞ്ഞിട്ട് സ്കോൾഡഡ് എന്ന് ഉപയോഗിച്ചു. ബീയിങ് സ്കോൾഡഡ് ഹി റാൻ അവേ ഫ്രം മൈ ഹോം. ഇനി നമുക്ക് ബിക്കോസ് വെക്കണം എന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ, അതൊരു സബോർഡിനേറ്റ് കൺജങ്ഷൻ ആണ്, അത് വെക്കണം എന്ന് നിർബന്ധമുണ്ടെങ്കിൽ ബിക്കോസ് ഓഫ് ബീയിങ് സ്കോൾഡഡ് ഹി റാൻ അവേ ഫ്രം മൈ ഹോം. Because he had been tortured on a daily basis, he ran away from my home. നോക്കൂ, ഇത് വേറൊരു സെൻറ്റൻസ് ആണ്. ഇവിടെ ബിക്കോസ് ഹി ഹാഡ് ബീൻ ടോർച്ചേർഡ് എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് നമ്മൾ റെഡ്യൂസ്ഡ് ആഡ്വർബ് ക്ലോസ് ആക്കി മാറ്റുന്നത്? ഇതിൻ്റെ ഈ സെൻറ്റൻസിൻ്റെ മീനിങ് എല്ലാ ദിവസവും എന്ന പോലെ അവൻ ടോർച്ചർ ചെയ്യപ്പെട്ടിരുന്നത് കൊണ്ട് അവൻ വീട്ടിൽ നിന്ന് ഓടിപ്പോയി എന്നാണ്. ഈ ഒരു സെൻറ്റൻസിനെ നമുക്ക് റെഡ്യൂസ്ഡ് ആഡ്വർബ് ക്ലോസ് ആക്കി മാറ്റണം. ഇത് പാസീവ് വോയിസിലുള്ള ഒരു ഫോം ആണ്, ബിക്കോസ് ഹി ഹാഡ് ബീൻ ടോർച്ചേർഡ് എന്നത്. അപ്പോൾ ആദ്യം വേണ്ടത് സബോർഡിനേറ്റ് കൺജങ്ഷൻ ബിക്കോസ് എടുത്തു മാറ്റുക, സബ്ജക്റ്റായ ഹീ എടുത്തു മാറ്റുക, പിന്നെ ഹാഡ് ബീൻ എന്നത് ഹാവിങ് ബീൻ എന്നാക്കി മാറ്റുക. ഹാഡ് എന്ന് എടുത്തു മാറ്റി അതിനെ ഹാവിങ് ആക്കി മാറ്റുക, ING ഫോമിലേക്ക് മാറ്റുക. Having been tortured on a daily basis, he ran away from my home. I started training after I had been challenged by him. I started training. ഞാൻ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തു. അത് മെയിൻ ക്ലോസ് ആണ്. എപ്പോഴാണ് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തത് എന്നാണ് പറയുന്നത്. ആഫ്റ്റർ ഐ ഹാഡ് ബീൻ ചലഞ്ച്ഡ് ബൈ ഹിം, ഞാൻ ചലഞ്ച് ചെയ്യപ്പെട്ടതിന് ശേഷം എന്നാണ്. ആഫ്റ്റർ ഐ ഹാഡ് ബീൻ ചലഞ്ച്ഡ് ബൈ ഹിം എന്നതാണ് ആഡ്വർബ് ക്ലോസ്. ഇതിനെ റെഡ്യൂസ്ഡ് ആഡ്വർബ് ക്ലോസ് ആക്കി മാറ്റുമ്പോൾ ഐ എന്ന സബ്ജക്റ്റ് ആഫ്റ്റർ ഐ ഹാഡ് ബീൻ ചലഞ്ച്ഡ് ബൈ ഹിം എന്നതിൽ ആഫ്റ്റർ എന്നത് സബോർഡിനേറ്റ് കൺജങ്ഷൻ, പിന്നെ ആഫ്റ്റർ എന്നത് കഴിഞ്ഞിട്ട് ഒരു സബ്ജക്റ്റ് ഉണ്ടല്ലോ ഐ, ഈ ഐ എടുത്ത് മാറ്റുക. പിന്നെ ഹാഡ് എന്നതിനെ ഹാവിങ് എന്നാക്കി മാറ്റുക. ആഫ്റ്റർ ഹാവിങ് ബീൻ ചലഞ്ച്ഡ് ബൈ ഹിം ഐ സ്റ്റാർട്ടഡ് ട്രെയിനിങ്. ഈവൻ ദോ ഹി വാസ് പെയ്ഡ് വെൽ ഹി ഡിഡ് നോട്ട് കംപ്ലീറ്റ് ദ വർക്ക് ഓൺ ടൈം. ഈവൻ ദോ ഹി വാസ് പെയ്ഡ് വെൽ, അവന് നന്നായിട്ട് പേയ്മെൻറ്റ് കിട്ടിയിരുന്നെങ്കിലും ഹി ഡിഡ് നോട്ട് കംപ്ലീറ്റ് ദ വർക്ക് ഓൺ ടൈം, വർക്കൊന്നും അവൻ അവൻ്റെ വർക്ക് സമയത്തിന് അവൻ കംപ്ലീറ്റ് ചെയ്തില്ല. ഈവൻ ദോ ബീയിങ് പെയ്ഡ് വെൽ ഹി ഡിഡ് നോട്ട് കംപ്ലീറ്റ് ദ വർക്ക് ഓൺ ടൈം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ബി വെർബ് ആഡ്വർബ് ക്ലോസിൽ ഉണ്ടെങ്കിൽ നമുക്ക് അത് റെഡ്യൂസ്ഡ് ആഡ്വർബ് ക്ലോസ് ആക്കി മാറ്റുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആഡ്വർബ് ക്ലോസിലെ സബ്ജക്റ്റ് എടുത്തു മാറ്റുക, അതുപോലെ ആ ബി വെർബും എടുത്തു മാറ്റുക. ഫോർ എക്സാമ്പിൾ, വൈൽ ഷി വാസ് റൈറ്റിംഗ് ഷീ ഗോട്ട് സം ന്യൂ ഐഡിയാസ്. വൈൽ ഷി വാസ് റൈറ്റിംഗ് ഷീ ഗോട്ട് സം ന്യൂ ഐഡിയാസ്. വൈൽ ഷി വാസ് റൈറ്റിംഗ് ആഡ്വർബ് ക്ലോസ്, ഷീ ഗോട്ട് സം ന്യൂ ഐഡിയാസ് മെയിൻ ക്ലോസ്. വൈൽ ഷി വാസ് റൈറ്റിംഗ് എന്നതിനെ നമുക്ക് റെഡ്യൂസ് ചെയ്ത് ഒരു റെഡ്യൂസ്ഡ് ആഡ്വർബ് ക്ലോസ് ആക്കി മാറ്റണം. അപ്പോൾ വൈൽ റൈറ്റിംഗ് എന്നാക്കുക. ഷീ എന്നുള്ള സബ്ജക്റ്റും വാസ് എന്നുള്ള ബി വേർബും നമ്മൾ മാറ്റി. വൈൽ റൈറ്റിംഗ് ഷീ ഗോട്ട് സം ന്യൂ ഐഡിയാസ്. ഇനി ആഡ്വർബ് ക്ലോസിൽ ഒരു ടു ബി വേർബ് ഇല്ല എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? സബ്ജക്റ്റ് മാത്രം എടുത്തു മാറ്റുക. പിന്നെ അതിനകത്ത് ഒരു വേർബ് ഉണ്ടാവുമല്ലോ, ആ വേർബിനോട് കൂടി ING ചേർത്ത് ഉപയോഗിക്കുക. അതിൻ്റെ പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ഫോം അല്ലെങ്കിൽ ING ഫോം ഉപയോഗിക്കുക. അതിനും ഒരു എക്സാമ്പിൾ നോക്കൂ. ഓൾദോ ഐ ഡു മൈ ഡ്രീം ജോബ് ഐ ആം നോട്ട് ഹാപ്പി. ഓൾദോ ഐ ഡു മൈ ഡ്രീം ജോബ്, ഞാൻ എൻ്റെ ഡ്രീം ജോബ് ചെയ്യുകയാണെങ്കിലും എന്താണ്? ഐ ആം നോട്ട് ഹാപ്പി, ഞാൻ ഹാപ്പി അല്ല.
അപ്പോൾ ഇവിടെ ഒരു ബി വേർബൊന്നും ഇല്ല. ഓൾദോ ഐ ഡു മൈ ഡ്രീം ജോബ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു ടു ബി വേർബ് ഇല്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? റെഡ്യൂസ്ഡ് ആഡ്വേർബ് ക്ലോസ് ആക്കി മാറ്റുമ്പോൾ നമ്മൾ പറയേണ്ടത് ഓൾദോ ഡൂയിങ് മൈ ഡ്രീം ജോബ് എന്നാണ്. കാരണം സബ്ജക്റ്റ് ഐ എടുത്ത് മാറ്റി, പിന്നെ അവിടെ ഒരു ടു ബി വേർബ് എടുത്ത് മാറ്റാനില്ല. നമ്മൾ വേർബ് ആയ ഡു എന്ന വേർബിനോട് കൂടി ING ചേർത്തു. ഓൾദോ ഡൂയിങ് മൈ ഡ്രീം ജോബ് ഐ ആം നോട്ട് ഹാപ്പി. ഇനി വേറൊരു സെൻറ്റൻസ് നോക്കൂ. ഓൾദോ ഐ വാസ് ടയേർഡ് ഐ വർക്ക്ഡ് ഹാർഡ്. ഞാൻ ക്ഷീണിതയായിരുന്നെങ്കിലും ഞാൻ ഹാർഡ് വർക്ക് ചെയ്തു എന്നാണ്. ഓൾദോ ഐ വാസ് ടയേർഡ്. ഐ വാസ് ടയേർഡ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു സ്റ്റേറ്റ് ഓഫ് ബീയിങ് ആണ്. ഓൾദോ ഐ വാസ് ടയേർഡ്, ഐ എടുത്ത് മാറ്റുക സബ്ജക്റ്റ്, പിന്നെ ഉള്ളത് വാസ് ആണ്. അപ്പോൾ അതിനെ സ്റ്റേറ്റ് ഓഫ് ബീയിങ് ആയതുകൊണ്ട് അതിൻ്റെ ING ഫോം ചേർത്തിട്ട് ഓൾദോ ബീയിങ് ടയേർഡ് ഐ വർക്ക്ഡ് ഹാർഡ് എന്നാക്കുക. ഇപ്പോൾ ആഡ്വർബ് ക്ലോസസ് എങ്ങനെയാണ് റെഡ്യൂസ്ഡ് ആഡ്വർബ് ക്ലോസ് ആക്കി മാറ്റുന്നത് എന്ന ഒരു ഐഡിയ കിട്ടിയില്ലേ?